സർക്കാരിനെ പ്രശംസിച്ച് ഓർത്തഡോക്സ് സഭ. കേരളത്തെ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കാനുള്ള സർക്കാർ ശ്രമം ശ്ലാഘനീയമെന്ന സഭാ സിനഡ്. വികസനത്തിന്റെ കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൈകോർക്കുന്നത് അഭിനന്ദനാർഹമെന്നും സിനഡ്. ഗോകുൽ രമേശുണ്ട്. ഗോകുൽ വിവരങ്ങൾ. സഭയുടെ സുന്നഹദോസ് എപ്പിസ്കോപ്പൽ ഇപ്പോൾ ദേവലോക പരമ്പരയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സമൂഹത്തിലെ വിവിധ വിഷയങ്ങൾ സഭാ സിനഡ് ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്കെടുക്കുന്നുണ്ട്. അത്തരത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ ഈ കേരളത്തിലെ കേരളത്തിലേക്ക് നിക്ഷേപങ്ങൾ കൊണ്ടുവരുന്നതിലുള്ള സംസ്ഥാന സർക്കാരിന്റെ നീക്കങ്ങൾ ഒക്കെ തന്നെ ചർച്ചയായിട്ടുണ്ടായിരുന്നു. അത്തരം നീക്കങ്ങൾ പ്രശംസനീയമാണെന്നാണ് ഓർത്തഡോക്സ് സഭ ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്നത്. കേരളത്തെ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങൾ ശ്ലാഘനീയമാണ് എന്ന രീതിയിലുള്ള പ്രതികരണമാണ് സഭാ സിനഡ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. മാത്രമല്ല, നാട്ടിൽ തൊഴിൽ മേഖല വളർന്നാൽ അത് കുടിയേറ്റം അവസാനിപ്പിക്കാൻ കാരണമാകുമെന്നുള്ള പ്രധാന നിരീക്ഷണവും അവർ നടത്തിയിട്ടുണ്ട്. അതായത് നിലവിലിപ്പോൾ യുവതലമുറ വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ നിന്ന്. അത് വലിയ സാമൂഹിക പ്രശ്നങ്ങൾ കേരളത്തിൽ പ്രത്യേകിച്ച് ഉണ്ടാക്കുന്നുണ്ട് എന്ന് സഭ വിലയിരുത്തുന്നുണ്ട്. ഇത്തരത്തിലുള്ള നിക്ഷേപങ്ങൾ കൂടുതൽ വരികയാണെങ്കിൽ തൊഴിൽ സാധ്യതകളും അതുപോലെ തന്നെ സംരംഭങ്ങളും ഒക്കെ കൂടുതലായിട്ട് കേരളത്തിൽ ഉണ്ടാകും. അത് ഇത്തരത്തിലുള്ള കുടിയേറ്റങ്ങൾ കുറയ്ക്കാനായിട്ട് സഹായകമാകും. മെച്ചപ്പെട്ട തൊഴിൽ തേടി വിദേശത്തേക്ക് പോകുന്ന യുവാക്കളുടെ എണ്ണം കുറയ്ക്കും. അവർക്ക് നാട്ടിൽ തന്നെ തൊഴിൽ ചെയ്യാനും സംരംഭങ്ങൾ തുടങ്ങാനും ഒക്കെ അവസരമുണ്ടെങ്കിൽ അവർ ഇവിടെ തന്നെ നിൽക്കും. അത് ഇവിടുത്തെ സാമൂഹിക കുടുംബ പശ്ചാത്തലത്തിന് കൂടി കൂടുതൽ അനുകൂലമാകും എന്നുള്ളൊരു വിലയിരുത്തൽ സഭ ഇതിനോടനുബന്ധിച്ച് നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വികസനത്തിന്റെ കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൈകോർക്കുന്നത് അഭിനന്ദനാർഹമാണെന്നും അതിന് സഭയുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്നും സിനഡ് വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തെയും ഈ ഒരു നിലപാടിൽ, അതായത് വികസനത്തെ പിന്തുണയ്ക്കുമെന്ന പ്രതിപക്ഷ നിലപാടും പ്രശംസ അർഹിക്കുന്നതായിട്ട് സിനഡ് കഴിഞ്ഞ ദിവസം വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ശരി, ഗോകുൽ രമേശാണ് വിശദാംശങ്ങൾ നൽകിയത്.